അധിവർഷം ഏത്? വിച്ച് ഈസ് ദ ലീപ്പ് ഇയർ? നമുക്ക് 4 വർഷങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലത്തെ ഏതാണ് അധിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് കാണാനാണ് വേണ്ടത്. അധിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 366 ദിവസം വരുമ്പോൾ അതാണ് അധിവർഷം. സാധാരണ വർഷങ്ങളിൽ 365 ഉണ്ടാവുള്ളൂ. അധിവർഷത്തിൽ ആ വർഷം 366 ദിവസം ഉണ്ടാവും. അതായത് ഒരു ദിവസം കൂടുതൽ. ആ ദിവസം ഫെബ്രുവരി മാസത്തിലായിരിക്കും. സാധാരണ ഫെബ്രുവരി 28 ദിവസമേ ഉണ്ടാവുള്ളൂ. ലീപ്പ് ഇയറിൽ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. വർഷത്തിൽ 366 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇതിലത്തെ ഏതാണ് ലീപ്പ് ഇയർ അധിവർഷം എന്ന് കാണണം. അതിന് ഇത് രണ്ടും നൂറ്റാണ്ടുകളാണ്. 2200, 2100 ഇത് രണ്ടും നൂറ്റാണ്ടുകളാണ്. ഒരു നൂറ്റാണ്ട് അധിവർഷമാണോ നോക്കാൻ അത് 400ൻ്റെ ഗുണിതാണോ നോക്കിയാൽ മതി. ഇത് നൂറ്റാണ്ടാണ്, ഇത് 400ൻ്റെ ഗുണിതാണോ നോക്കുക. 400ൻ്റെ ഗുണിതാണെങ്കിൽ ഇത് ലീപ്പ് ഇയർ ആണ്. അതുപോലെ ഇതും നൂറ്റാണ്ടാണ്. അപ്പോൾ 2200 എന്നത് 400ൻ്റെ ഗുണിതാണോ? 2200 എന്നത് 400ൻ്റെ ഗുണിതാണോ? 400 ഹരിച്ച് നോക്കിയാൽ മതി. 400 ഹരിക്കുമ്പോൾ നമുക്ക് ഈ 2 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ 22/4 കൃത്യമായി ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 400ൻ്റെ ഗുണിതല്ല. അപ്പോൾ ഇത് ലീപ്പ് ഇയർ അല്ല. അടുത്ത 2100 ഇതും നൂറ്റാണ്ടാണ്. 400ൻ്റെ ഗുണിതാണോ നോക്കുക. 2100/400 നമുക്ക് 2 പൂജ്യം വെട്ടിക്കളഞ്ഞാൽ 21/4 കൃത്യമായി ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതും ലീപ്പ് ഇയർ അല്ല. അടുത്ത 2010. അപ്പോൾ ഇത് രണ്ടും നൂറ്റാണ്ടാവും കൊണ്ട് നമ്മൾ 400ൻ്റെ ഗുണിതാണ് നോക്കി. ഇത് നൂറ്റാണ്ടല്ല, സാധാരണ വർഷമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് 4ൻ്റെ ഗുണിതാണോ നോക്കുക. ഈ വർഷം 4ൻ്റെ ഗുണിതം ആണോ നോക്കുക. 4ൻ്റെ ഗുണിതാണോ നോക്കാൻ ഈ സംഖ്യ 4ൻ്റെ ഗുണിതാണോ നോക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 2 അക്കം മാത്രം എടുത്തിട്ട് അത് 4ൻ്റെ ഗുണിതാണോ നോക്കിയാൽ മതി. അവസാനത്തെ 2 അക്കം 10 ആണ്. അത് 4ൻ്റെ ഗുണിതാണോ? 10നെ 4 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇത് 4ൻ്റെ ഗുണിതല്ല. അതായത് 2010 4ൻ്റെ ഗുണിതല്ല. അപ്പോൾ ഇതും ലീപ്പ് ഇയർ അല്ല. അടുത്ത 1956 ഇതും സാധാരണ വർഷമാണ്. ഇത് 4ൻ്റെ ഗുണിതാണോ നോക്കാൻ നമ്മൾ അവസാനത്തെ 2 അക്കം എടുക്കുക. എത്രയാണ്? 56. അത് 4ൻ്റെ ഗുണിതാണോ? ആണ്. 14 4 56. 56 4ൻ്റെ ഗുണിതാണ്. അതായത് 1956 എന്നത് 4ൻ്റെ ഗുണിതാണ്. അതുകൊണ്ട് ഇതാണ് ഈ തന്നയിൽ ലീപ്പ് ഇയർ.